ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഡെങ്കു പകരണു, കൊറോണ വരണു, അതുപോലെ തന്നെ എന്തൊക്കെ പേരിലാണ് പനികളും രോഗങ്ങളും വിളിച്ചിട്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ മലയാളിക്ക് രോഗം, ഒരു തരത്തിലും മലയാളിക്ക് രോഗം വരാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാലിൻ്റെ അടി മുതൽ ശിരസ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിൻ്റെ നഖം വൃത്തിയാക്കും, കൈയുടെ നഖം വൃത്തിയാക്കും, മേല് സോപ്പിട്ട് ദിവസവും എല്ലാ ദിവസവും സോപ്പിട്ട് കഴുകും, തലയിൽ ഷാമ്പു ഇടും, മുഖത്ത് എവിടെയെങ്കിലും മുഖം ഫേസ് വാഷ്, ഹാൻഡ് വാഷ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പോരാത്തതിന് ഇനി ചെളിയിലും മണ്ണിലും ഒന്നും ഇറക്കില്ല, ചെരുപ്പിട്ടിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ, പുറത്തുനിന്ന് വരുള്ളൂ. അപ്പം അണുക്കൾ വരാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. പിന്നാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കണ അമ്മയ്ക്കും രോഗമാണ്. ഒന്നുമില്ലാണ്ട് വെറുതെ അയ്യോ പുറത്ത് പോയിട്ട് അവിടെ നിന്നൊക്കെ വന്ന രോഗങ്ങളെന്ന് പറയാനായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കും രോഗങ്ങളാണ്. വയ്യാതെ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാത്ത അമ്മയ്ക്കും അച്ഛനും രോഗങ്ങളാണ്. എവിടെ നിന്ന് വന്ന് ഈ രോഗം? എല്ലാവിടവും വൃത്തിയാക്കും, ഗുഹ്യ ഭാഗത്തിന് അതിന് എന്നിട്ട് വാഷ്, അതുപോലെ തന്നെ എവിടെയൊക്കെ പുറം വൃത്തിയാക്കണോ അതിനൊക്കെ പ്രത്യേകതരം പ്രോഡക്ട്സ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രോഗം ഒഴിയണില്ല. ഇനി കൊതുക് വരാണ്ടിരിക്കാനായിട്ട് പുറത്ത് മാത്രമല്ല, കൊതുകിന് പറ്റാനായിട്ടുള്ള സാധനങ്ങൾ, കൊതുക് കടിക്കാണ്ടിരിക്കാനായിട്ട് പറ്റാനുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ വീട്ടിൽ കൊതുക് വരാണ്ടിരിക്കാനായിട്ട് ഈ നെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഓരോ കൊതുക് തിരി കത്തിച്ച് വെക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പുറമേ നിന്ന് വരാണ്ടിരിക്കാനായിട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും രോഗം വരണം. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കൂ എന്തുകൊണ്ട് രോഗം വന്നു. പുറമാണോ വൃത്തിയാക്കേണ്ടത്, അകമാണോ വൃത്തിയാക്കേണ്ടതെന്ന് ചിന്തിക്കുക നമ്മൾ.